श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। ओम गजानन पद्मार्कं गजानन महर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसंभावितललाटकम् हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहर। भूतनाद सदानंद सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः वेदवेद्यं परं ब्रह्म भासदां पुरतो मम। सायङ्काले वलान्दे कुसुमिदसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनाभङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्तम्। श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे
ശ്രീനാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥനാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിഭൂജ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യയി കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ നിത്യം ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മുടെ നാരായണീയ സപര്യ തുടരുകയാണ്. നാല് ദശകങ്ങൾ നമ്മൾ കഴിഞ്ഞ 15 ക്ലാസ്സുകളിലായിട്ട് പൂർത്തീകരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വാമനാവതാരവും ശ്രീകൃഷ്ണാവതാരവും ഒക്കെ പറഞ്ഞുവെങ്കിലും അത് കണക്കിൽ കൂട്ടണ്ട, അത് എക്സ്ക്ലൂസീവാണ്. ബാക്കി 15 ക്ലാസ്സുകളെ കൊണ്ട് നമ്മൾ 4 ദശകങ്ങൾ കണ്ടു. ഇനി 5-ാം ദശകം മുതൽ നമ്മൾ തുടരുകയാണ് നമ്മുടെ നാരായണീയ പഠനം. ഇതുപോലെ വല്ല വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ആ വിശേഷ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യും. അത് നൈമിത്തിക കർമ്മം, ഇത് നമ്മുടെ നിത്യകർമ്മം. നിത്യകർമ്മം നാരായണീയ പഠനം. അതിൻ്റെ ഇടയ്ക്ക് വല്ല ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ വന്നാൽ അത് നൈമിത്തികം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4-ാം ദശകം ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 1-2 അധ്യായങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള ആശയങ്ങൾ, ഉപാസനാക്രമങ്ങളെക്കുറിച്ച് അഷ്ടാംഗ യോഗ ഉപാസന എന്നുള്ള രീതിയിൽ വർണ്ണിച്ചു. അതിനായിക്കൊണ്ടുള്ള ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ യോഗസിദ്ധികളെക്കുറിച്ചും അല്ലെങ്കിൽ 2 ഗതികളെക്കുറിച്ചും ഊർധ്വഗതി അല്ലെങ്കിൽ ക്രമമുക്തി, സദ്യോമുക്തി, ഇങ്ങനെയുള്ള 2 മുക്തികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു.
ആ ക്രമമുക്തിയുടെ അവസാന ഭാഗമൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടതാണ്. ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനോടൊപ്പമോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ മുമ്പേയോ ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്നതായിട്ടുള്ള, ബ്രഹ്മഭാവവുമായി ഐക്യം പ്രാപിക്കുന്നതായിട്ടുള്ള ആ തത്വങ്ങളെക്കുറിച്ചൊക്കെ കണ്ടു. ഇനി ശ്രീമദ് ഭാഗവതം തന്നെ ദ്വിതീയ തൃതീയ സ്കന്ധങ്ങളിൽ ആവർത്തിച്ച് സൃഷ്ടിക്രമത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് സുഖബ്രഹ്മർഷി പല രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രഹ്മനാരദ സംവാദ രൂപത്തിലും അതുപോലെ വിതുര മൈത്രേയ സംവാദ രൂപത്തിലും ഒക്കെ ആയിട്ട് സുഖബ്രഹ്മർഷി സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൃഷ്ടിക്രമത്തെ ഇവിടെ ദശകം 5 സംഗ്രഹിച്ച് വർണ്ണിക്കുകയാണ്. വിരാട് പുരുഷ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഉൽപ്പത്തി തന്നെയാണ്. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിവിധമായി രാജിക്കുന്ന പുരുഷൻ, പലതായി പ്രകാശിക്കുന്ന ഈശ്വരൻ. അതിനെ തന്നെയാണ് വിഷ്ണു എന്നും വിരാട് പുരുഷൻ എന്നും പറയുന്നത്. അപ്പോൾ ഈ നാനാത്വ രൂപത്തിൽ പ്രകാശിക്കുന്ന, പ്രപഞ്ചാകൃതിയിൽ പ്രകാശിക്കുന്ന, വിശ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് വിരാട് പുരുഷ ഉൽപ്പത്തി എന്ന് പറയുന്നതായിട്ടുള്ള 5-ാമത്തെ ദശകം. ആദ്യം ആ ദശകം ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ച് ഓരോരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് വിസ്തരിച്ച് കാണാം. നമുക്കിപ്പോൾ എവിടേക്ക് ഓടിപ്പോകാനോ എന്തെങ്കിലും നേടാനോ ഏതെങ്കിലും ക്ലുപ്തമായിട്ട് ദിവസം കൊണ്ട് കാര്യം സാധിക്കാനോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ സാമാന്യം നന്നായിട്ട് തന്നെ വർണ്ണിച്ച് പോകാം. അതായത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡിങ് അത് നിങ്ങൾക്കുണ്ടാവണമെന്നാണ് എൻ്റെ സങ്കല്പം. ആ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ തെളിവ് നിങ്ങൾക്കും പകർന്നു തരണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ്. അത് നമുക്ക് സപ്താഹങ്ങളിലോ വേറെ വല്ല പ്രഭാഷണ പരമ്പരകളിലോ ഒന്നും സാധിക്കില്ല. എവിടെയെങ്കിലും വെച്ചൊരു പ്രഭാഷണ പരമ്പര നടത്തുകയാണെങ്കിൽ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടാവും നമുക്ക്. കാരണം ആ ക്ഷേത്ര ഭാരവാഹികളോ സംഘടനാ ഭാരവാഹികൾക്കോ പരിമിതികളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങൾക്ക് ഓടാനുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പ്രഭാഷണങ്ങളും പല പരിപാടികളും സംഘടിപ്പിക്കുക. ഇവിടെ പിന്നെ ആ പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ സ്വൈരമായിട്ടിരിക്കണു. ഞാൻ ഇവിടെ എൻ്റെ ആശ്രമത്തിൽ സുഖമായിരിക്കണു. ആരും നമ്മുടെ കഴുത്തിന് പിടിച്ചിട്ടില്ല. നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് ഇത് തീർക്കണമെന്ന് പറയാൻ ആരുമില്ല. നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഒരാളുമില്ല. നമ്മളുടെ തൃപ്തി, നമ്മളുടെ ഇച്ഛ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സന്തോഷമായിട്ട് ഈ ക്ലാസ്സുകൾ കാണാം. എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ ഞാൻ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. കാരണം നിങ്ങളൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ്. വളരെ അലേർട്ടായിക്കൊണ്ട് വളരെ താല്പര്യപൂർവം ഞാൻ വരുന്നതിന് മുമ്പേ വന്ന് കാത്തിരിക്കുന്നവരായിട്ട് റെഡിയായിട്ടിരിപ്പുണ്ട്. അത് വളരെ സന്തോഷം. ഞാനിവിടെ ഒരു 1 മാൻ ഷോ ആണ് ഇവിടെ ആശ്രമത്തിൽ. സ്റ്റാഫുകളുണ്ട് അത്യാവശ്യം നമ്മളെ സഹായിക്കാൻ. പക്ഷെ പല കാര്യങ്ങളിലും ഞാൻ തന്നെ നേരിട്ട് ഇടപെടേണ്ടതുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ 5 മിനിറ്റൊക്കെ വൈകും. 10:30 എന്ന് പറഞ്ഞാൽ 10:35 4:30 എന്ന് പറഞ്ഞാൽ 4:35 8 മണി എന്ന് പറഞ്ഞാൽ 8:05 അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെ തിരക്കുകളുടെയൊക്കെ പലർക്കും പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ 5 മിനിറ്റൊക്കെ നമ്മൾ വൈകിയാലും നിങ്ങൾ ക്ഷമിക്കുക, കാത്തിരിക്കുക. നാരായണ. അപ്പോൾ ദശകം 5 വിരാട് പുരുഷ ഉൽപ്പത്തി നമുക്ക് തുടരാം. ഒരു പ്രാവശ്യം വായിക്കാം ആദ്യം. നാരായണ. ഇവിടെ രാവിലെ കറണ്ട് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ എമർജൻസി ലൈറ്റുകളിലാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. അത് എപ്പോൾ പണി മുടക്കുന്ന അറിയില്ല. കാരണം അതിൻ്റെ ചാർജ് കഴിയുമ്പോൾ അത് തീരും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ള പ്രകാശത്തിൽ കാണാം. കേൾക്കുകയല്ലേ പ്രധാനം. കാണൽ നിങ്ങൾ ദിവസവും എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ഉറപ്പിക്കുക, എന്നിട്ട് കേൾക്കുക. ആ കേൾക്കലിലാണ് പ്രാധാന്യം.
അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓം നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാഹ്നോ ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യധാ കില പരാനന്ദ പ്രകാശാത്മനാ. കാലകർമ്മഗുണാശ്ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോऽപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യാ സഹായക്രിയാം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരഃ. കാലാദിപ്രതിബോധിതാദ ഭവദാ സഞ്ജോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. തത്രാസൗ ത്രിഗുണാത്മകോऽപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുൽബോധനിഷ്പാദകഃ. ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുളം വിഷ്ണോ ഭവൽ പ്രേരണാത്. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധിഭവൻ ആദ്യേന സത്വാത്മനാ. ദേവാൻ ഇന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്ക പാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രഗാൻ വിദുവിധി ശ്രീരുദ്രശാരീരഗാൻ. നാരായണ. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളത് ചിത്താക്യവൃത്യന്വിതം തച്ഛാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത്. ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനിത്വൽബലാത്. ശബ്ദാദ് വ്യോമ തദസ്സർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോദചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ്. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാഃ
ദേവാശ്ച ജാതാ പൃഥക് നോ ശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സുക്തിഭിർനുത ഗുണഃ തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യദാ അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ തിഷ്ടൽ സഹസ്രം സമാഹ നിർഭിന്ദൻ അകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈ കരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർബാധോസി മരുൾപുരാദിപസമാം ത്രായസ്വ സർവാമയാത്. സഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർബാധോസി മരുൾപുരാദിപമയാത് നിർബാധോസി മരുൾപുരാദിപ സമാം ത്രായസ്വ സർവാമയാത്. ഹരി ഓം. അതിമനോഹരമായിട്ടുള്ള ശാർദൂല വിക്രീഡിതം എന്ന ദീർഘവൃത്തത്തിലാണ് 10 ശ്ലോകങ്ങളെ കൊണ്ട് ഈ വിരാട് പുരുഷ ഉൽപ്പത്തി എന്നുള്ളതായിട്ടുള്ള ദശകം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും വർണ്ണിച്ചിട്ടുള്ള ആശയങ്ങളാണ് ഇതിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക്. വിരാട് പുരുഷ ഉൽപ്പത്തിയുടെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, പ്രളയാവസ്ഥയിൽ നിന്നാണ്. പ്രളയാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലായ്മ. പ്രളയം എന്ന് കേൾക്കുമ്പോൾ ഉടനെ വെള്ളം നമ്മുടെ മനസ്സിൽ വരും. വെള്ളമല്ല ഇവിടെ ഒരു വെള്ളവും ഇല്ല. വെള്ളവും ലയിച്ചു, വെള്ളവും അതിൻ്റെ കാരണത്തിൽ ലയിച്ചു, എല്ലാം അതിൻ്റെ പരമകാരണത്തിൽ ലയിച്ചിരിക്കുന്ന ആ വേദത്തിൽ പറയുന്നതായിട്ടുള്ള ഒന്നും ഇല്ലായ്മ എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. അസദ്വായിതമഗ്ര ആസീത് എന്ന് വേദത്തിലൊരു മന്ത്രമുണ്ട്. അസദ്വായിതമഗ്ര ആസീത് ഇതമഗ്രേ, ഇതം അഗ്രേ, ഇൻ ദ വെരി ബിഗിനിങ്, ബിഫോർ ക്രിയേഷൻ കംസ് ഔട്ട്. ഇതമഗ്രേ അസദ്വാ ആസീത്, അസത്ത് തന്നെയായിരുന്നു. അസത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയായിരുന്നു പ്രകടമായിരുന്നത്. എന്നാൽ ഒന്നുമില്ലായ്മയാണോ സത്യം? അല്ല. അവിടെ പറഞ്ഞത് നമ്മുടെ ദൃഷ്ടിയിൽ ഒന്നുമില്ലായിരുന്നു എന്ന് മാത്രമാണ്. പാരമാർത്ഥിക ദൃഷ്ടിയ ഒന്നുമില്ലായ്മയൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, അത് വേറൊരു ഉപനിഷത്ത് പറഞ്ഞു. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം ബ്രഹ്മ. ചാന്തോക്യ ഉപനിഷത്തില് തത്വമസി മഹാവാക്യം പറയുന്ന ആ ഉപനിഷത്തില് ആ ശ്വേതകേതു എന്ന ശിഷ്യനോട് ഉദ്ദാലകൻ എന്ന അച്ഛനും ഗുരുവുമായിട്ടുള്ള മഹർഷി പറഞ്ഞു കൊടുക്കണു, ഹേ സൗമ്യ, ഇതം അഗ്രേ സദേവ ആസീത്. ഇതെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ആ സത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്, ആ ഉണ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്, ആ എക്സിസ്റ്റൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരാണ് ബ്രഹ്മം എന്ന്. അതിലെല്ലാം അടങ്ങിയിരുന്നു എന്ന് ആ വേദം പറഞ്ഞ ആശയത്തെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭാഗവതവും തുടങ്ങിയത്, നാരായണീയവും തുടങ്ങുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ
മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യധാ കില പരാനന്ദ പ്രകാശാത്മനാ. ഇപ്പൊ നോക്കാം. വ്യക്ത അവ്യക്തം ഇതം ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ. പ്രാക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുമ്പേ, പ്രാചീന കാലത്ത്, ഏറ്റവും മുമ്പേ എന്നർത്ഥത്തില്. ഇൻ ദ വെരി ബിഗിനിങ്, പ്രാക്. എപ്പോൾ? പ്രാകൃത പ്രക്ഷയേ സതി. പ്രാകൃത പ്രക്ഷയം എന്ന് പറഞ്ഞാല് പ്രാകൃത പ്രളയം തന്നെ. പ്രക്ഷയം, പ്രകർഷേണയുള്ള ക്ഷയം, നല്ല ക്ഷയം, എല്ലാം ലയിച്ച അവസ്ഥ, അതാണ് പ്രാകൃത പ്രക്ഷയം. അപ്പൊ പ്രകൃതി മുഴുവൻ ലയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നാനാ നാമരൂപങ്ങളൊക്കെ അതാതിൻ്റെ കാരണത്തിലേക്ക് മടങ്ങിച്ചെന്ന് പൃഥ്വി തത്വത്തിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലാം ആ പൃഥ്വി തത്വം പിന്നീട് ജലതത്വത്തിലേക്ക് മടങ്ങി, ജലതത്വം അഗ്നിതത്വത്തിലേക്ക് മടങ്ങി, അഗ്നിതത്വം വായുതത്വത്തിലേക്ക് മടങ്ങി, വായുതത്വം ആകാശതത്വത്തിലേക്ക് മടങ്ങി, ആകാശതത്വം അഹങ്കാരതത്വത്തിലേക്ക് മടങ്ങി, അഹങ്കാരതത്വം മഹത്തത്വത്തിലേക്ക് മടങ്ങി, മഹത്തത്വം മൂലപ്രകൃതിയിലേക്ക് മടങ്ങി, മൂലപ്രകൃതി ഭഗവാനിലേക്ക് മടങ്ങി, ബ്രഹ്മതത്വത്തിലേക്ക് മടങ്ങി. അങ്ങനെ ഒന്നുമില്ലായ്മയുടെ ഒരു അവസ്ഥ, ശുദ്ധശൂന്യപ്രായം, എവിടെയും ഒന്നുമില്ല. ഒരു ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ജ്യോതിർഗോളങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതായിട്ടുള്ള ശുദ്ധശൂന്യമായിട്ടുള്ള അവസ്ഥ. ആകാശം പോലും ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. എല്ലാറ്റിനെയും നിലനിർത്തുന്ന സ്പേസ് പോലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ആ സ്പേസ് പോലും ചുരുങ്ങിപ്പോയി. എവിടേക്ക്? ആ ആദിമ സത്യത്തിലേക്ക്, പരമസത്യത്തിലേക്ക് അടങ്ങിപ്പോയി. അതാണ് പ്രാകൃത പ്രക്ഷയേ. ആ പ്രാകൃത പ്രക്ഷയ സമയത്ത് ന കിഞ്ചിത് അഭവത്, കിഞ്ചിത് അല്പം പോലും ഒരു സാധനവും ന അഭവത്, ഒന്നും ഉണ്ടായിരുന്നില്ല, ഭവിച്ചിരുന്നില്ല. എങ്ങനെയുള്ളത്? വ്യക്താവ്യക്തം ഇതം. ഇതം പ്രപഞ്ചം വ്യക്ത അവ്യക്ത രൂപത്തിലിരിക്കുന്നത്. വ്യക്തം എന്നാൽ സ്ഥൂലമായി നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ അനുഭവിക്കുന്നത്. അവ്യക്തം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തത്, സൂക്ഷ്മം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയാ. ചുക്കല്ല, ഒരു ആറ്റം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതം വ്യക്താവ്യക്തം പ്രപഞ്ചം കിഞ്ചിത് നാഭവത്. എപ്പോൾ? പ്രാകൃത പ്രക്ഷയേ. ഒരു മുട്ടുസൂചി പോലും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഒന്നുമില്ലായ്മയുടെ അവസ്ഥ, ശുദ്ധശൂന്യമായിട്ടുള്ള അവസ്ഥ. പക്ഷേ ശുദ്ധശൂന്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ശുദ്ധശൂന്യോട്ടല്ലേനും ശൂന്യപ്രായം എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? ആ ശൂന്യത്തെയും ധരിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു തത്വം ഉണ്ട്, എല്ലാം അടങ്ങിയ തത്വം. ആ തത്വത്തിൽ നിന്നാണ് പിന്നെ എല്ലാം ആവിർഭവിക്കുന്നത്. അല്ലാതെ ശൂന്യത്തിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ശൂന്യത്തിന് ഒന്നും നിർമ്മിക്കാനുള്ള കഴിവില്ല. ശുദ്ധശൂന്യമാണെങ്കിൽ പിന്നെ എവിടുന്ന അതൊക്കെ ഉണ്ടായത്? ശൂന്യത്തിൽ നിന്ന് എന്തേ ഉണ്ടാവുള്ളൂ? ശൂന്യമേ ഉണ്ടാവുള്ളൂ. ശൂന്യത്തിൽ നിന്ന് ഈ കാണുന്നതൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് ശൂന്യമല്ല, ശൂന്യപ്രായം എന്നേ പറയുള്ളൂ. ആ ശൂന്യത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ബോധം അവിടെയുണ്ട്. ആ ബോധത്തിന്റെ പേരാണ് സത്ത്, ഈശ്വരൻ. ഈശ്വരൻ എന്ന പേരായിട്ടില്ല അങ്ങേർക്ക്. അപ്പൊ അങ്ങേർക്ക് അഡ്രസ് ഒന്നുമില്ല. ഈശ്വരൻ എന്നുള്ള വിശേഷണമായിട്ടില്ല. വിശേഷണം വേണമെങ്കിൽ ഈശിക്കാൻ എന്തെങ്കിലും വേണം. ഈശിക്കുന്നവനാണ് ഈശ്വരൻ. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുകയാണ്.
ഭരിക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴേ മൂപ്പർ ഈശ്വരനാവുള്ളൂ. അതിനു മുമ്പ് മൂപ്പരെ ഈശ്വരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഒന്നുമില്ലാതെ പാപ്പരായിരിക്കുന്ന അവസ്ഥയാണ്. പാപ്പരായിരിക്കുന്ന ഒരാളെ ധനികൻ എന്നാരെങ്കിലും പറയൂ? അല്ലേ? ഒന്നുമില്ലാതിരിക്കുന്ന ദരിദ്രനായിരിക്കുന്ന ഒരാളെ ആരും കോടീശ്വരൻ എന്ന് വിളിക്കില്ല. അപ്പോൾ കോടീശ്വരനാവണമെങ്കിൽ കയ്യിൽ കോടികൾ ഉണ്ടാവണം. അതുപോലെ സൃഷ്ടി ഉണ്ടാകുമ്പോഴേ, ഈ പ്രപഞ്ചമുള്ളപ്പോഴേ ആ തത്വത്തിന് ഈശ്വരൻ എന്ന പേര് വരുള്ളൂ. അതുവരയ്ക്ക് ഈശ്വരനല്ല, അദ്ദേഹം ശുദ്ധ സത്ത, ശുദ്ധ ബോധം. അതിനെയാണ് ബ്രഹ്മം എന്ന് വേദം വിളിച്ചത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നർത്ഥമാണ്. എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം അതിലടങ്ങിയിരിക്കുന്നു. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്, അതിലാണ് എല്ലാം നിലനിൽക്കുന്നത്, അതിലേക്കാണ് എല്ലാം വിലയിക്കുന്നത്. അങ്ങനെയുള്ള ആ ശുദ്ധമായിട്ടുള്ള സത്തയെ, ആ ബോധത്തെ, ആ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളിനെ ബ്രഹ്മം എന്ന് വിളിച്ചു. സത്ത എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ആ സത്തിൽ തന്നെ ചിത്തും അടങ്ങിയിട്ടുണ്ട്. ചിത്ത് പക്ഷേ പ്രകാശിക്കുന്നില്ല, ചിത് ശക്തിയെ പ്രകടിപ്പിച്ചിട്ടില്ല, സത്ത മാത്രമായിട്ടിരിക്കുകയാണ്. ആ എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബോധിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒന്നും അതിൽ നിന്ന് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അത് ശുദ്ധ സത്തയായിട്ടിരിക്കുകയാണ്. അതിൽ ചിത് ശക്തി പോലും പ്രകടമായിട്ടില്ല, അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ഈ പ്രാകൃത പ്രക്ഷയം, ബ്രഹ്മാവിൻ്റെ പ്രളയം. ബ്രഹ്മാവ് പോലും ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ പ്രാകൃത പ്രക്ഷയത്തിൽ വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം. മായായാം ത്വയി ലയമാഗതായാം. മായ അങ്ങയിൽ ലയം പ്രാപിച്ചിരിക്കുന്നു. മായ അങ്ങയിൽ ത്വയി ലയം ആഗതായാം സത്യാം എന്ന് സതി സപ്തമി. മായ അങ്ങയിൽ ലയം പ്രാപിച്ചിരിക്കേ. അപ്പൊ മായ എന്നുള്ളതാണ് ശക്തി. ഭഗവാന്റെ ശക്തിയുടെ പേരാണ് മായ. ആ മായയിലൂടെയാണ്, മായയെ കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ച നിർമ്മിതി നടത്തുന്നത്. ആ മായ എന്ന ശക്തിയെ ഭഗവാൻ, അല്ലെങ്കിൽ ആ ബ്രഹ്മം തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ത്വയി ലയം ആഗതായാം. മായായാം, മായ ഭഗവാനിൽ ലയം പ്രാപിച്ചിരിക്കണം. എന്താ കാരണം? ആ സമയത്ത് ഗുണസാമ്യ രുദ്ധ വികൃതൗ എന്ന് പറഞ്ഞു. മായയുടെ ആ ഗുണസാമ്യാവസ്ഥയ്ക്ക് അത് രോധിക്കപ്പെട്ട് അതിൻ്റെ വികൃതികളൊക്കെ തടയപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഗുണസാമ്യാവസ്ഥയാണ്, വികൃതി രുദ്ധമായിരിക്കണം. അതാണ് രുദ്ധ വികൃതവും എന്ന് പറഞ്ഞത്. വികൃതി എന്ന് പറഞ്ഞാൽ വികാരം. മായയ്ക്ക് വികാരമുണ്ടാകുമ്പോഴാണ് ഗുണവൈഷമ്യം ഉണ്ടാകുന്നത്. മായയ്ക്ക് വികൃതി അഥവാ വികാരമുണ്ടാകുമ്പോഴാണ് ഗുണവൈഷമ്യം ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോ, വികാരമില്ലാത്തപ്പോ ഒരു ഗുണസാമ്യാവസ്ഥയാണ്. ഇപ്പോൾ നമ്മളൊക്കെ മര്യാദക്കാരായിരിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നമുക്കൊരു വികാരവുമില്ല, അല്ലേ? നമ്മൾ കൂളാണ്, ശാന്തരായിരിക്കുന്നു. നമ്മൾക്ക് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ചുറ്റുഭാഗം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ വികാരങ്ങൾ പുറത്തേക്ക് വരിക, അല്ലേ? സ്വാമിയുടെ ദേഷ്യമൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സ്വാമി ഒന്ന് ചൂടാക്കുന്ന മാതിരിയുള്ള പണിയെടുത്താൽ മതി ചുറ്റും വന്നിട്ട്. അപ്പം സ്വാമി നല്ലോണം സ്വാമിയുടെ വികാരം പുറത്തേക്ക് വരും. ഏത് വികാരം? ഉള്ളിൽ അടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ദേഷ്യങ്ങൾ, കോപങ്ങൾ, ആ വികാരങ്ങൾ, തമോ ഗുണമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഇപ്പം എന്താണ്? സ്വാമി സാമ്യാവസ്ഥയിലാണ്, ബാലൻസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. അപ്പൊ അതുപോലെ അതിന്റെ സമഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും പല ഗുണങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ പല ഗുണങ്ങളും പ്രകടിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ സത്വഗുണമുണ്ട്, നമ്മുടെ ഉള്ളിൽ രജോ ഗുണമുണ്ട്, നമ്മുടെ ഉള്ളിൽ തമോ ഗുണമുണ്ട്, അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. തമോ ഗുണം വരുമ്പോൾ നമ്മൾ
വിഷമം കാണിക്കുന്നു അഥവാ ക്രോധം കാണിക്കുന്നു. രജോ ഗുണം വരുമ്പോൾ നമ്മൾ അജിറ്റേറ്റഡ് ആവണു, നമ്മൾ എന്തൊക്കെയോ ആക്ഷൻ ചെയ്യുന്നു. സത്വഗുണം വരുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളുടെ പ്രഭാവത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. നമ്മുടെ ഗുണം ഏത് ഗുണമാണോ പ്രകടമാകുന്നത് അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം. സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടലാണ് ഇവിടെ നടക്കുന്നത്. പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഈ 3 ഗുണങ്ങളും അതിൻ്റെ സാമ്യാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഒരു ഗുണം ഒരു ഗുണത്തിൻ്റെ മുകളിൽ കയറുന്നില്ല. സത്വഗുണം മുകളിൽ വരികയോ രജോ ഗുണം മുകളിൽ വരികയോ തമോ ഗുണം മുകളിൽ വരികയോ ചെയ്യുന്നില്ല. ഇങ്ങനെ ഗുണത്തിൽ ഇംബാലൻസ് ഉണ്ടാവുന്നതിനാണ് വിഷമം എന്ന് പറയുന്നത്, വൈഷമ്യം എന്ന് പറയുന്നത്. സമത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിഷമം. സമം ഓപ്പോസിറ്റ് വിഷമം. ആ വിഷമം ഭാഷയുടെ ചില നിയമങ്ങളെ കൊണ്ട് വിഷമമായി മാറുകയാണ്. സമം ഓപ്പോസിറ്റ് വിഷമം, അവിഷമം വിഷമം. അപ്പൊ വൈഷമ്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് തെറ്റിയ അവസ്ഥ, ഗുണങ്ങളുടെ ബാലൻസ് തെറ്റിയ അവസ്ഥ. ആ ഗുണങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കുകയാണ് പ്രളയകാലത്ത്. 3 ഗുണങ്ങളും ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഇവിടെ ഗുണസാമ്യ രുദ്ധവികൃതം. രുദ്ധവികൃതി, വികൃതി രുദ്ധമായിരിക്കണം. രുദ്ധം എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടിരിക്കുകയാണ്, രോധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത്? വികൃതി. അപ്പൊ വികാരമുണ്ടാകാത്ത അവസ്ഥ അല്ലേ? നമ്മളും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ വികാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ രുദ്ധമാക്കി വെക്കാറുണ്ട്, സപ്രസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാറുണ്ട്. സാരമില്ല പോട്ടെ, ഇപ്പം നമ്മൾ ഇതൊന്നും പ്രകടിപ്പിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വികൃതിയെ, വികാരത്തെ രുദ്ധമാക്കാറുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് തന്നെ പ്രകൃതിയിൽ ഉള്ള ഗുണങ്ങൾ രുദ്ധമായിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് എക്സ്പോസ്ഡ്, എക്സ്പ്രസ്ഡ്, മാനിഫെസ്റ്റഡ്. ആ ഉള്ളിലുള്ള ഗുണങ്ങളൊക്കെ അൺമാനിഫെസ്റ്റ് ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് പേരാണ് പ്രളയം. അപ്പോൾ ഈ മായ അതിൻ്റെ 3 ഗുണങ്ങളും അടങ്ങിയതായിട്ട് സൈലൻ്റായിട്ട് ഭഗവാനോട് ചേർന്നിരിക്കുന്നു. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞത് ഗുരുവായൂരപ്പ എന്ന് ഗുരുവായൂരപ്പനെ നോക്കി വിളിക്കുന്നുണ്ട് മേൽപ്പത്തൂര്. ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മമായിരിക്കുന്നത് ഭഗവാൻ തന്നെ, ഭഗവാനായത് ബ്രഹ്മം തന്നെ, പരസ്പരം പര്യായ ശബ്ദങ്ങൾ തന്നെ. അപ്പോൾ ഇവിടെ തൊയ് ലയമാകതായ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ നോക്കിയിട്ടാ മേൽപ്പത്തൂർ പറയണത് എല്ലാം അങ്ങയിൽ ലയിച്ചിരിക്കുമ്പോൾ. ഇവിടെ അങ്ങ്, അവിടെ ബ്രഹ്മസ്വരൂപൻ, ബ്രഹ്മമായിരിക്കുന്ന അങ്ങയിലേക്ക് ലയം പ്രാപിച്ചപ്പോൾ നോ മൃത്യുശ്ച തഥാ അമൃതം ച സമഭൂത് ന അഹനഃ ന രാത്രേഹേ സ്ഥിതി. അവിടെ മൃത്യുഹു നോ തഥാ അമൃതം ച നോ സമഭൂത്. സമഭൂത് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, സമ്യക് അഭൂത് സംഭവിക്കുക. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ത്? മൃത്യുവുമില്ല അമൃതവുമില്ല എന്ന് പറഞ്ഞാൽ മൃത്യു എന്ന് പറയുന്നത് ഇവിടെ സംസാരം എന്ന് പറയുന്ന അവസ്ഥയാണ്. മാറ്റങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ചേർന്നതായിട്ടുള്ള സംസാരത്തിനെയാണ് മൃത്യു എന്ന് പറയുന്നത്. അമൃതം എന്ന് പറയുന്നത് മോക്ഷം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആ സമയത്ത് പ്രളയകാലത്ത് എന്തില്ല? ബന്ധവുമില്ല, മോക്ഷവുമില്ല. പ്രളയകാലത്ത് ദുഃഖങ്ങളുമില്ല, ബന്ധനവുമില്ല, മോക്ഷവുമില്ല. ഏതുപോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾക്ക് ബന്ധമോ മോക്ഷമോ ഉണ്ടോ? നിങ്ങളെ ചങ്ങലക്കിട്ടിട്ടാണെങ്കിലും നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചങ്ങലക്കകത്താണോ? നിങ്ങൾ തുറസായ സ്ഥലത്ത് സ്വതന്ത്രനായിട്ടാണ് ഉറങ്ങിപ്പോയതെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണോ? രണ്ടുമല്ല. 5-ാം ദശകമാണ് കേട്ടോ. വിച്ച് ദശകം എന്നിപ്പോൾ വന്നവർ ചോദിക്കണു. 5-ാം ദശകം വിരാട് പുരുഷോൽപത്തി. നാരായണ. അപ്പോൾ നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാറില്ല. വിശന്ന് കിടന്നുറങ്ങിയതായിരിക്കാം, ഉറക്കത്തിൽ സുഷുപ്തിയിൽ വിശപ്പില്ല. രോഗികളായിരുന്നിരിക്കാം, ഉറക്കത്തിൽ രോഗമില്ല. ആരെങ്കിലും മരിച്ചതിൻ്റെ ദുഃഖത്തിലായിരിക്കും ക്ഷീണിച്ച് കിടന്നുറങ്ങിയത്. ആ മരണദുഃഖം
വിരഹദുഃഖം ഒന്നും ഉറക്കത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും പരാജയം നേരിട്ടിട്ട് പോയി ഉറങ്ങിയതായിരിക്കാം. ആ പരാജയം നമ്മളെ സ്വപ്നത്തിൽ അലട്ടുന്നില്ല. പുറത്തുള്ള ശീതമോ ഉഷ്ണമോ ഉറക്കത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല. കൊതുകടി പോലും നമ്മളെ ഉറക്കത്തിൽ ചിലപ്പോൾ അറിയാറില്ല. ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മേലേക്കൂടെ ഒരു പാമ്പ് എഴഞ്ഞു പോയാൽ നമ്മൾ അറിയില്ല. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. അതുപോലെ സമഷ്ടിയുടെ ഉറക്കത്തിനാണ് ഈ പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. പ്രപഞ്ചം മൊത്തത്തിൽ ഉറങ്ങുന്ന ഒരു ഉറക്കം. അതിനെ തന്നെയാണ് വിഷ്ണുവിൻ്റെ യോഗനിദ്ര എന്നും പറയുന്നത്. ഭഗവാന്റെ യോഗനിദ്ര എന്ന് പറയുന്നത് എല്ലാം ഉറങ്ങുന്നതായിട്ടുള്ള, സമഷ്ടി ഉറങ്ങുന്നതായിട്ടുള്ള സമയം. അപ്പോൾ അവിടെ ബന്ധവുമില്ല, ദുഃഖാദികളൊന്നുമില്ല, മോക്ഷവുമില്ല. എന്നുവെച്ചാൽ ബന്ധം ഉണ്ടെങ്കിലേ മോക്ഷമുള്ളൂ. അപ്പോൾ ബന്ധമോക്ഷങ്ങളൊന്നുമില്ല. അതുപോലെ ന അഹ്നഹ ന രാത്രേഹേ സ്ഥിതി. അഹ്നഹ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ, അഹൻ എന്നത് പകൽ എന്ന ശബ്ദമാണ്, അതിൻ്റെ ഷഷ്ടിയാണ് അഹ്നഹ. പകലിൻ്റെ അവസ്ഥയുമില്ല അവിടെ. ന രാത്രേഹേ സ്ഥിതി, രാത്രിയുമില്ല. രാത്രിയും പകലുമില്ലാത്ത അവസ്ഥയാണ്. രാത്രിയും പകലും ഒക്കെ എപ്പോഴാണ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? അത് സൂര്യനും ഭൂമിയൊക്കെ ഉണ്ടാവണം, അവരിങ്ങനെ കറങ്ങണം. കറങ്ങുമ്പോൾ ഭൂമിക്ക് വിമുഖമായിട്ട് സൂര്യൻ വരുമ്പോൾ നമുക്കിപ്പോൾ രാത്രിയാവണു, സൂര്യൻ അഭിമുഖമായിട്ട് ഭൂമി വരുമ്പോൾ പകലാവണു. അതൊക്കെ നടക്കുമ്പോഴാണ് രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ഭൂമിയും ഇല്ല, സൂര്യനും ഇല്ല, ഒന്നുമില്ല. രാവും പകലും ഉണ്ടായിട്ടില്ല. രാവും പകലും ഇല്ല. അവിടെ ദിനരാത്രങ്ങളില്ല. ഇത്ര ദിവസമായി എന്ന് എണ്ണാൻ പറ്റില്ല. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്ന് എണ്ണാൻ പറ്റില്ല. അവിടെ ഏത് മാസമാണ്, ഏത് ഋതുവാണ്, ഏത് ആഴ്ചയാണ്, ഏത് തിഥിയാണ്, ഏത് നക്ഷത്രമാണ്, ഒന്നും പറയാനില്ല. അവിടെ തിഥിയും നക്ഷത്രങ്ങളും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവിടെ. അതാണ് ന അഹനഹ രാത്രേ സ്ഥിതി, ഒന്നുമില്ലായ്മ, പകലും രാത്രിയുമില്ല. തത്ര, തത്ര എന്ന് പറയുമ്പോൾ അവിടെ, ആ അവസ്ഥയിൽ എന്നർത്ഥം. ഏകഃ ത്വം അശിഷ്യതാഃ കില. ഗുരുവായൂരപ്പനോട് നേരിട്ട് ചോദിക്കുന്ന പോലെയാണ്. ഏകഃ ത്വം അശിഷ്യതാഃ കില. ഗുരുവായൂരപ്പ, ത്വം ഏകഃ അശിഷ്യത, യു സ്ലെപ്റ്റ് അലോൺ ദേർ. ഗുരുവായൂരപ്പ, അങ്ങ് ഒറ്റയ്ക്ക് ഉറങ്ങുകയായിരുന്നു അപ്പോ എന്നാ ചോദിക്കണത്. എന്ന് വെച്ചാലോ, ഒന്നുമില്ലാത്ത ആ അവസ്ഥയിൽ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ മിണ്ടാതെ ശയിക്കുന്ന അവസ്ഥ. അതിനെയാണ് ആദിശേഷന്റെ മെത്തയിൽ ഭഗവാൻ ശയിക്കുന്നതായിട്ടൊക്കെ ചിത്രീകരണം. അവിടെ ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ഈ മായയും പ്രധാനവുമൊക്കെയാണ്. പ്രധാനം എന്ന് പറയുന്നതായിട്ടുള്ള തത്വത്തെ തന്നെയാണ് ആദിശേഷനായിട്ട് വർണ്ണിക്കുന്നത്. എല്ലാം ധരിച്ചിരിക്കുന്നവൻ, പ്രകർഷേണ ധാരണം ചെയ്യുന്നവൻ പ്രധാനം. അനേക ശിരസ്സുകളെ കൊണ്ട് എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്നവൻ പ്രധാനം. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ഒതുക്കിയവൻ ശേഷൻ. ആ ശേഷന്റെ മെത്തയിൽ ഭഗവാൻ ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ തിരിച്ചാണ്. ഭഗവാനിൽ ശേഷൻ ശയിക്കുന്നു എന്നാണ്. ഭഗവാനിലാണ് ശേഷൻ ശയിക്കുന്നത്. പാരമാർത്ഥികത്തിൽ ചിത്രീകരിച്ചപ്പോൾ ശേഷനിൽ ഭഗവാൻ ശയിക്കുന്നു എന്നായി, നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി. മനസ്സിലാവുണ്ടോ? ഭഗവാനിൽ ശേഷനാണ് ശയിക്കുന്നത്, ശേഷനിൽ ഭഗവാനല്ല ശയിക്കുന്നത്. തത്വത്തിൽ, വാസ്തവത്തിൽ ഭഗവാൻ എല്ലാം ഉള്ളിലടക്കിയിട്ട് ഏകനായി ശയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ എല്ലാത്തിൻ്റെയും പ്രതിനിധിയാണ് ശേഷൻ. എല്ലാം ആരുടെ ഉള്ളിലാണ്? ഭഗവാന്റെ ഉള്ളിലാണ്. എല്ലാറ്റിനും ആധാരമായിരിക്കുന്നവൻ ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വിത്ത് മുഴുവൻ ഭഗവാനിലാണ് സഞ്ചയിച്ചിരിക്കുന്നത്. ആ വിത്തുകളുടെ മുഴുവൻ സഞ്ചയത്തിൻ്റെ പേരാണ് ശേഷൻ. പത്തായമാണ് ശേഷൻ. ഭഗവാൻ പത്തായത്തിൽ കിടക്കണു എന്ന് പറയാൻ വേണമെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ പത്തായത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ കിടക്കുന്നത്. എന്നാൽ ഈ പത്തായത്തിൻ്റെ ഉടമസ്ഥനാരാ? ഭഗവാനാണ്. അപ്പോൾ പത്തായം ആരിലാണ്? ഭഗവാനിലാണ്. തിരിച്ചാണ്. സ്വാമിക്ക് വട്ടായി എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കും കുറച്ച് വട്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി ഈ വട്ടൊക്കെ പറയുന്നത്. ചിന്തിക്കുക. ഇതാണ് തത്വം. ആദിശേഷനെ ഒരു പത്തായമായിട്ട് കരുതുക, ഒരു കലവറയായി കരുതുക.
അതിനകത്താണ് എല്ലാ വിത്തുകളും സംഭരിച്ചിരിക്കുന്നത്. കൃഷിക്കാലമാകുമ്പോൾ, അനുകൂല സാഹചര്യമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിത്തുകളുടെ ചാക്കുകളൊക്കെ പുറത്തെടുക്കും. എന്നിട്ട് ആ വിത്തുകളൊക്കെ പാടത്ത് വിതയ്ക്കും. അപ്പോൾ കൃഷി മുളച്ചു വരും, സസ്യജാലങ്ങൾ മുളച്ചു വരും, അല്ലേ? അത് കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും വയലുകളൊക്കെ പ്രളയത്തിലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം കാലിയായിട്ട് കിടക്കും. ഈ വിത്തുകളെല്ലാം വീണ്ടും പത്തായത്തിലേക്ക് തിരിച്ചു വരും. ഇതുപോലെ ഒരു വലിയ കൃഷിയാണ് ഇവിടെ പ്രപഞ്ച നിർമ്മാണവും അതിൻ്റെ പ്രളയവും. ഭഗവാനാണ് കൃഷിക്കാരൻ. അപ്പോൾ പത്തായത്തിൻ്റേതാണോ കൃഷിക്കാരൻ? കൃഷിക്കാരൻ്റേതാണോ പത്തായം? ആരുടേതാണ് പത്തായം? പത്തായത്തിൻ്റെ കൃഷിക്കാരനോ കൃഷിക്കാരൻ്റെ പത്തായമോ? ചിന്തിക്കുക. ഇരിക്കട്ടെ, കുറച്ച് ചിന്തിക്കാനുള്ള വിഷയങ്ങളാണിതൊക്കെ. അപ്പോൾ അവിടെ തത്ര ഏകഹത്വം അശിഷ്യദാഹ കില. ഗുരുവായൂരപ്പ, ഞാൻ വേദങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ കേട്ടിരിക്കണു, അങ്ങ് അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു എന്ന്. വാസ്തവാണോ എന്ന് ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ ചോദിക്കും പോലെ ഒരു രസകരമായിട്ടൊരു അവതരണം. പരാനന്ദപ്രകാശാത്മന, അങ്ങ് എങ്ങനെയാ അവിടെ കിടന്നിരുന്നത്? ആനന്ദപ്രകാശാത്മന, പരമമായ ആനന്ദപ്രകാശ സ്വരൂപമായിട്ട്. ആനന്ദപ്രകാശം, ആനന്ദം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭാവത്തിൽ അങ്ങ് മാത്രം ഏകനായി കിടന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ശാസ്ത്രങ്ങളിൽ നിന്ന്. ഈ കില എന്നത് ശാസ്ത്രങ്ങളിലൂടെ കേട്ട പ്രശസ്തിയെക്കുറിച്ച് പറയണം. ഞാൻ ഇങ്ങനെ പഠിച്ചിരിക്കണു, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കണു വേദശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം. ഈസ് ഇറ്റ് റൈറ്റ്? അത് അങ്ങനെയാണോ? ഞാൻ കേട്ടത് ശരിയാണോ? അങ്ങ് ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നോ അവിടെ? അങ്ങ് പരാനന്ദ പ്രകാശ സ്വരൂപനായിരുന്നോ? പരാനന്ദ പ്രകാശം ആനന്ദ സ്വരൂപം തന്നെ. ആനന്ദം മാത്രമാണ് അവിടെ പ്രകാശിക്കുന്നത്. ഏതുപോലെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ പ്രകാശിക്കുന്നത്? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഗാഢ സുഷുപ്തിയിൽ നമ്മുടെ ഉള്ളിൽ എന്താ പ്രകാശിക്കുന്നത്? ഈ ലോകം വല്ലതും പ്രകാശിക്കുന്നുണ്ടോ? അടുത്ത് കിടക്കുന്ന ഭാര്യയോ മക്കളോ പ്രകാശിക്കുന്നുണ്ടോ? സ്വന്തം ദേഹം പോലും പ്രകാശിക്കുന്നുണ്ടോ? നമ്മുടെ ദേഹത്തുള്ളതായിട്ടുള്ള മുറിവുകളോ വേദനകളോ വ്യതകളോ രോഗങ്ങളോ നമ്മൾക്ക് പ്രകാശിക്കുന്നുണ്ടോ? ഗാഢ സുഷുപ്തിയിൽ ഒന്നും പ്രകാശിക്കുന്നില്ല. സുഷുപ്തി കിട്ടിയാൽ, അല്ലേ, സുഷുപ്തിയിലേക്ക് ആണ്ടുകഴിഞ്ഞാൽ ഒരു കാര്യം പ്രകാശിക്കുന്നുണ്ട് അവിടെ, സുഖം. സുഖം പ്രകാശിക്കുന്നുണ്ട്, ഉറപ്പാണ്. കാരണം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം ഓർമ്മയുണ്ട് നമുക്ക്. നമ്മൾ പറയും ഞാൻ സുഖമായി ഉറങ്ങി എന്ന്. ഞാൻ സുഖമായി ഉറങ്ങി എന്ന് എപ്പോൾ ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും. ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ കഴിയണമെങ്കിൽ, എന്ത് പറയണമെങ്കിൽ, സുഖമായി ഉറങ്ങി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ സുഖം അനുഭവിച്ച ആളും ഈ പറയുന്ന ആളും ഒന്ന് തന്നെയാവണം. എക്സ്പീരിയൻസർ എലോൺ ക്യാൻ മെമ്മറൈസ് തിങ്സ്. എക്സ്പീരിയൻസർ എലോൺ ക്യാൻ മെമ്മറൈസ് തിങ്സ്. നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് ഓർമ്മിക്കാനാവില്ല, എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഓർമ്മിക്കാനാവില്ല. നിങ്ങളുടെ ബാല്യത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്കെങ്ങനെ പറയാൻ കഴിയും? പക്ഷെ എൻ്റെ ബാല്യത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അത് ഞാൻ തന്നെ ഓർമ്മ വയ്ക്കണം. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ മാത്രം ഓർമ്മകളാണ്. എൻ്റെ അനുഭവങ്ങൾ എൻ്റെ മാത്രം ഓർമ്മകളാണ്. അപ്പോൾ സുഷുപ്തിയിൽ അനുഭവമുണ്ട്. എന്താണ്? ഏകനായ ഞാൻ സുഖം എന്ന അനുഭവത്തിൽ ഇരിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. അതാണ് ഞാൻ ഉണർന്നപ്പോൾ പറയുന്നത് സുഖമായി ഉറങ്ങി എന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നതാണ് വാസ്തവത്തിൽ സുഖം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? ഉറങ്ങാൻ പോകുന്നതായിട്ട് നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നല്ല ഉറക്കം വന്ന് നമ്മൾ തൂങ്ങുമ്പോൾ നമ്മൾ പറയാറില്ലേ, പ്ലീസ് എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ, എന്നെ ഒന്ന് വെറുതെ വിടുമോ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഒന്നൊന്ന് മാറിയിരിക്കുമോ, ഒന്ന് മിണ്ടാതിരിക്കുമോ, ഒന്ന് മറ്റേ റൂമിൽ പോയി കിടക്കുമോ, അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് അകന്ന് കിടക്കുമോ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ, ആ ശബ്ദമൊക്കെ ഒന്ന് ഓഫ് ചെയ്യോ, ഒന്ന് മിണ്ടാതിരിക്കുമോ,
എന്താ കാരണം? നമുക്ക് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഭാരമാണ്, ശല്യമാണ്. എപ്പോൾ? ഉറക്കത്തിന് തടസ്സമാണ് അവരൊക്കെ. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ ആര് മാത്രമേ ഉള്ളൂ? സുഷുപ്തിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും അവനവൻ മാത്രമേ ഉള്ളൂ. ആ അവനവൻ മാത്രമുള്ള അവസ്ഥയാണ് വാസ്തവത്തിൽ സുഖം. ആ അവനവനിലേക്ക് മടങ്ങലാണ് സുഖം. ആ സുഖം നമ്മൾ എന്നും അനുഭവിക്കുന്നുണ്ട്. ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊതിക്കുന്നത് എപ്പോഴും. അപ്പോൾ ഉറക്കം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ കാരണം? അവിടെ ഒറ്റയ്ക്കാണ്, ആരുടെയും ഉപദ്രവമില്ല, ഒരു പ്രശ്നങ്ങളും അവിടെ അലട്ടുന്നില്ല, അവിടെ സുഖം മാത്രമാണ് എന്നുള്ള അനുഭവം നമുക്ക് നിത്യവും ഉള്ളത് കൊണ്ട് നമുക്ക് എന്നും ഉറങ്ങാൻ നല്ല താല്പര്യമാണ്. ഉറക്കം കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ഭ്രാന്ത് വരിക, അല്ലേ? അപ്പോൾ ആ ഉറക്കം നമുക്ക് ഉണർന്നുകൊണ്ട് തന്നെ, ഇരുന്നു കൊണ്ട് തന്നെ സാധിച്ചാൽ അതിൻ്റെ പേരാണ് സമാധി. കണ്ണു തുറന്ന് ലോകത്തെ കാണുമ്പോഴും നമ്മൾക്ക് നമ്മിലേക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ, നാം നമ്മിലേക്ക് മടങ്ങിയാൽ ആ അവസ്ഥയ്ക്ക് പേരാണ് സമാധി എന്ന് പറയുന്നത്. നമ്മുടെ സ്വരൂപത്തിലേക്ക് നമ്മൾ മടങ്ങുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലും നമ്മൾ മനസ്സ് വയ്ക്കാതെ, ഒന്നിനും സത്യത്വം കൊടുക്കാതെ, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ, വറി ചെയ്യാതെ, ആങ്ഷ്യസ് ആവാതെ, കുറ്റബോധമില്ലാതെ, ഒരു തരത്തിലുള്ള ചിന്തകളുമില്ലാതെ, എല്ലാറ്റിൽ നിന്നും നമ്മൾ നമ്മിലേക്ക് മടങ്ങിയിരിക്കുന്ന ആ സ്വരൂപത്തിലുള്ള ഇരിപ്പിൻ്റെ പേരാണ് സമാധി എന്ന്. ആ സമാധി കണ്ണ് തുറന്നിരുന്നാലും ഈ ലോകത്തിൽ പലതും കാണുമ്പോഴും അതൊന്നും നമ്മുടെ ഉള്ളിൽ വികല്പങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഒരു ചിന്തയും ഉണ്ടാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിലെ രാഗദ്വേഷങ്ങളെ അത് ഉണർത്തുന്നില്ലെങ്കിൽ, നമ്മുടെ ശാന്തിയെ അത് ഭഞ്ജിക്കുന്നില്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് പേരാണ് സമാധി. അല്ലാതെ സമാധി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയല്ല, ജാഗ്രതയോടുകൂടിയുള്ള ഉറക്കമാണത്. ഉണർവോട് കൂടിയതായിട്ടുള്ള ഉറക്കം. എവിടെ ഉറക്കം എന്ന് പറയുമ്പോൾ നാം നമ്മിലേക്ക് മടങ്ങുക എന്നുള്ള അർത്ഥത്തിൽ നാം മാത്രമായിരിക്കുന്ന അവസ്ഥ, ഒരു ദ്വൈത ചിന്തയില്ലാത്ത അവസ്ഥ, രണ്ടാമതൊന്നിനെ കുറിച്ചിട്ടുള്ള ചിന്തയില്ലാത്ത അവസ്ഥ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഏകനായി, അതാണ് യോഗനിദ്ര എന്ന് അതിന് പറയാൻ കാരണം. ഭഗവാന്റെ നിദ്ര നമ്മുടെ ഗാഠസുഷുപ്തിയല്ല, നമ്മുടെ അജ്ഞാനം കൊണ്ടുള്ള, അല്ലേ? നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് അജ്ഞാനമുണ്ട്, വേറൊന്നും അറിയുന്നില്ല. എന്നാൽ ഭഗവാന്റെ ഉറക്കത്തിൽ അജ്ഞാനമില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ ഉറക്കത്തിന് യോഗനിദ്ര എന്ന് പറയുന്നത്, നമ്മുടെ നിദ്രയല്ല. യോഗനിദ്ര, നമ്മൾ ഈ യോഗാസനങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ശവാസനം എന്ന് പറഞ്ഞിട്ടൊരു ആസനമുണ്ട്, ഇല്ലേ? ആ ശവാസനത്തിൽ കിടക്കുമ്പോൾ ശവം പോലെ കിടക്കണം. ഉറങ്ങാൻ പാടുമോ? പലരും ഉറങ്ങിപ്പോകും, കൂർക്കം വലി കേൾക്കാം ശവാസനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ശവാസനം ഉറങ്ങാനുള്ളതല്ല, ശവം പോലെ കിടക്കാനുള്ളതാണ്, ജഡം പോലെ കിടക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാന്റെ ആസനം യോഗനിദ്ര, ഭഗവാന്റെ ഉറക്കം. എല്ലാം അറിയുന്നുണ്ട്, എന്നാൽ താൻ ഏകനാണ്, വേറൊന്നുമില്ല, തന്നെ ബാധിക്കുന്നതൊന്നുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. തത്ര ഏകഃ ത്വം അശിഷ്യതാഹ, അവിടെ അങ്ങ് ഏകനായി ശയിച്ചു, അല്ലെങ്കിൽ അശിഷ്യത എന്നുള്ളത് ശേഷിച്ചു എന്നും അർത്ഥം. ശേഷിക്കുക എന്നുള്ള ബാക്കിയായി. യു എലോൺ റിമെയിൻസ് ദെയർ ഇൻ ദാറ്റ് സ്റ്റേജ്. എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ത്വം ഏകഃ അശിഷ്യത എന്ന് പറയുമ്പോൾ അങ്ങ് മാത്രം അവശേഷിച്ചു. പരാനന്ദ പ്രകാശാത്മന, ആ പരമാനന്ദ സ്വരൂപം പ്രകാശിച്ചുകൊണ്ട്, ആനന്ദം അനുഭവിച്ചുകൊണ്ട് അങ്ങ് ഏകനായി ശയിച്ചു. അങ്ങനെ ഏകനായി കുറേ നേരം ശയിച്ചപ്പോൾ അങ്ങക്ക് എന്ത് തോന്നി? എന്തിനാ ഇപ്പം ഞാൻ ഏകനായിട്ട് ശയിക്കണത്? എൻ്റെ ഉള്ളിൽ പല ശക്തികളുണ്ടല്ലോ, ആ ശക്തികളൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് പ്രകടിപ്പിക്കാം എന്ന് തോന്നി. അത് മൂന്നാമത്തെ നാലാമത്തെ ശ്ലോകത്തിലൊക്കെ വരിക. നമ്മൾ രണ്ടാമത്തെ ശ്ലോകം ഈ ഒരു
ഒന്നാം ശ്ലോകത്തെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശ്ലോകമാണ് രണ്ടാമത്തെ ശ്ലോകം. ആ ഒരു പ്രളയാവസ്ഥയെ ഒന്നുകൂടെ നമ്മൾക്ക് ബോധം തരികയാണ് രണ്ടാമത്തെ ശ്ലോകം. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം നൈവ വദന്ത്യസത്വം ഐബോഃ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം നൈവ വദന്ത്യസത്വം ഐബോഃ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. അപ്പോ ആ പ്രളയാവസ്ഥയെ ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ് മേൽപ്പത്തൂര്. വളരെ നല്ല നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് അതിമനോഹരമായിട്ടാണ് അവതരണം. മിടുക്കൻ. 27-ാം വയസ്സിൽ നമ്മുടെ ശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരത്തെ ഇങ്ങനെ ആറ്റിക്കുറുക്കി പറയാൻ കഴിയുക എന്നുള്ളത് എന്താ പറയുക, ശങ്കരാചാര്യരെ കഴിഞ്ഞാൽ പിന്നെ നാരായണ ഗുരുദേവനും അതുപോലെയുള്ള മഹാത്മാക്കളോടൊപ്പം മേൽപ്പത്തൂരും ഈ ശാസ്ത്രത്തിൽ മഹാ നിപുണൻ. എന്താ പറയുക, നല്ല കയ്യൊതുക്കം ഉണ്ട് അദ്ദേഹത്തിന് എന്ന് പറയാം. എത്രയോ വലിയ കാര്യത്തെ എത്രയോ സിമ്പിളാക്കിയിട്ട് ലളിതമാക്കി നമുക്ക് പറഞ്ഞു തരണു എന്നറിയാം. വളരെ നല്ല വാക്കുകൾ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇതിൽ പരം നല്ല വാക്കുകൾ ഉപയോഗിച്ചതിനെ സംഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഹി ഹാസ് സമ്മറൈസ്ഡ്. അത്ര മനോഹരമായിട്ടാണ് അത്. നോക്കാം. കാലഹ കർമ്മ ഗുണാഃ ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ. അപ്പോ ഈ പ്രപഞ്ച നിർമ്മിതിയിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കാലമില്ലാതെ സൃഷ്ടിയില്ല. കാലം എന്ന ക്യാൻവാസിലാണ് ഈ സൃഷ്ടി എന്ന ചിത്രം വരയ്ക്കപ്പെടുന്നത്. കാലമെന്ന ക്യാൻവാസ് ഇല്ലെങ്കിൽ ഈ സൃഷ്ടി സാധ്യമല്ല. ഏത് സൃഷ്ടി എവിടെ? ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ലോകത്തിൽ ഒരു സംഭവവുമില്ല. ഏതാ? ടൈം ആൻഡ് സ്പേസ്, അല്ലേ? കാലവും ദേശവും. ഇതാണ് ഈ സൃഷ്ടിയുടെ ഊടും പാവും. ഈ സൃഷ്ടി എന്ന ഛായാചിത്രത്തിന്റെ ഊടും പാവുമായി നിൽക്കുന്നത് കാലവും ദേശവുമാണ്. കാലവും ദേശവും ഇല്ലെങ്കിൽ ഈ പടം ഇല്ല. പടം എന്നാൽ വസ്ത്രം. ഏത് വസ്ത്രം? ഈ സൃഷ്ടി എന്ന വസ്ത്രം. അതിൻ്റെ നൂലുകൾ, ഇഴകൾ പിരിച്ചങ്ങോട്ട് അകറ്റിക്കളഞ്ഞാൽ വസ്ത്രം ഇല്ലാതാവുന്നത് പോലെ കാലവും ദേശവുമാകുന്ന ആ രണ്ട് ഊടും പാവുമാകുന്ന നൂലുകളില്ലെങ്കിൽ ഈ ചിത്രം ഇല്ല. അപ്പൊ കാലം എന്നത് ആദ്യത്തെ ഒരു ഘടകമാണ്. സൃഷ്ടി ബിഗിൻ ചെയ്യുമ്പോൾ ഒപ്പം അല്ലെങ്കിൽ അതിനു മുമ്പേ ആദ്യമുണ്ടാകുന്നത് കാലമാണ്. കാലത്തിലാണ് സൃഷ്ടി. കാലം ഉണ്ടായ ശേഷമാണ് സൃഷ്ടി. അപ്പൊ കാലമാണ് ജ്യേഷ്ഠൻ. സൃഷ്ടിയിലെ മൂത്ത മകൻ ആരാന്ന് ചോദിച്ചാൽ കാലനാണ് എന്ന് പറയാം. കാലഹ. അതുപോലെ കർമ്മമാണ് സൃഷ്ടിയുടെ പുറകിലുള്ള മറ്റൊരു തത്വം. എനി ആക്ഷൻ, എന്തെങ്കിലും ഒരു ചലനം ഇല്ലാതെ സൃഷ്ടിയില്ല. എവിടെയെങ്കിലും ഒരു സ്റ്റാറ്റസ് കോ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ, ഒരു ഭംഗം ഉണ്ടാവലാണ് സൃഷ്ടി. അപ്പോൾ സ്റ്റാറ്റിക് ആയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏതോ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതാണ് സൃഷ്ടി. പുതിയതായിട്ട് എന്തോ ഒരു ചലനം ഉണ്ടാകുന്നു.
അതിനെ കർമ്മം എന്ന്. അപ്പോൾ എല്ലാ ചലനങ്ങളെയും കർമ്മത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താം. എനി ആക്ഷൻ, എനി മൂവ്മെൻറ്റ്. അപ്പോൾ കാലം, കർമ്മം. ഗുണാഹ, ഗുണാഹ എന്ന് പറയുന്നത് ഇവിടെ മായയുടെ തന്നെ പറയുന്ന സത്വം, രജസ്, തമസ് എന്നുള്ളതായിട്ടുള്ള 3 ഗുണങ്ങൾ. ആ ഗുണങ്ങൾക്കനുസരിച്ചാണ് സൃഷ്ടിയിലുള്ളതായിട്ടുള്ള കളേഴ്സ് രൂപപ്പെടുന്നത്, അല്ലേ? സൃഷ്ടി വൈവിധ്യങ്ങൾ കാണപ്പെടുന്നത് ഗുണങ്ങൾക്കനുസരിച്ചാണ്. അതിൻ്റെയൊക്കെ പ്രോഡക്റ്റാണ് ജീവനിവഹാഹ. ജീവനിവഹാഹ, ജീവസമൂഹാഹ. നിവഹം എന്നാൽ കൂട്ടം, സമൂഹം. അപ്പോൾ ജീവന്മാരുടെ കൂട്ടം. നമ്മൾ ഓരോരുത്തരും ജീവന്മാരാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക എൻറ്റിറ്റികൾ നമ്മളിപ്പോൾ സൂക്ഷിക്കുന്നു. എന്താ കാരണം? നമ്മുടെ വാസന കൊണ്ട് തന്നെ, നമ്മുടെ അജ്ഞാനം കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജീവന്മാരായിരിക്കുന്നു. പ്രളയകാലത്തും ജീവന്മാരായിട്ടുള്ള നമുക്ക് വാസ്തവത്തിൽ നാശമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ വാസനകൾ ക്ഷയിച്ചിട്ടില്ല. പ്രപഞ്ചത്തിൻ്റെ പ്രളയം സംഭവിച്ചതുകൊണ്ട്, നിവൃത്തികേട് കൊണ്ട് നമ്മളൊക്കെ പോയി ലയിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സൂക്ഷ്മ രൂപത്തിലേക്ക് ലയിച്ചു, ഈശ്വര രൂപത്തിലേക്ക്, ഈശ്വരൻ്റെ സന്നിധിയിൽ ചെന്ന് ലയിച്ചു. വാസ്തവത്തിൽ ആ ജീവസമൂഹങ്ങൾക്ക് മോക്ഷമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ജനിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡൻറ്റിറ്റികൾ നമ്മൾ സൂക്ഷിക്കുന്നു. യുണീക്കായിരിക്കുന്ന ഐഡൻറ്റിറ്റികൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് ജീവനിവഹാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടികാലത്താണ് ഈ ജീവനിവഹങ്ങൾ പ്രകടമാവുക. ജീവനിവഹാഹ. സൃഷ്ടികാലത്ത് ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടി പെരുമാറുന്നു. ഞാനും നിങ്ങളും ഓരോരുത്തരും വ്യത്യസ്തം. മറ്റുള്ള ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ ഓരോന്നും തനിത്തനി അവരവരുടേതായിട്ടുള്ള വാസനയ്ക്കനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച്, പ്രകൃതിക്കനുസരിച്ച് പെരുമാറുന്നു. ജീവനിവഹാഹ. വിശ്വം ച കാര്യം. ഈ അതിൻ്റെയൊക്കെ സമൂഹമായിട്ടുള്ള കാര്യമായിരിക്കുന്ന, പ്രോഡക്റ്റ് ആയിരിക്കുന്ന വിശ്വം. ആ വിശ്വവും ഹേ വിഭോ, വിഭോ എന്ന് പറഞ്ഞാൽ സർവവ്യാപിൻ, സർവശക്ത, എല്ലാം ആയിരിക്കുന്നവനെ ഗുരുവായൂരപ്പ, ചില്ലീല രതിം ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഹു. ചില്ലീല എന്ന് പറഞ്ഞാൽ ചിത് ഭാവത്തിൽ ലീനമായിരിക്കുന്ന അവസ്ഥ. ചിത്ത് എന്നാൽ ബോധം, ചൈതന്യം എന്നൊക്കെ അർത്ഥം. അതിൽ ലീനമായിരിക്കുന്ന അവസ്ഥ ചില്ലീല രതി. അതിൽ രതി, രമണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ ചൈതന്യഭാവത്തിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഏയുഷി, ഏയുഷി എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിരിക്കുന്ന, ത്വയി ആ യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന നർത്തം. ആ ബോധത്തോടു കൂടിയതായിട്ടുള്ള, സ്വന്തം ബോധത്തിലേക്ക് മടങ്ങിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഏയുഷി ത്വയി, അങ്ങയിൽ തഥാ അപ്പോൾ നിർലീനതാം ആയയുഹു, നിർലീനതയെ പ്രാപിച്ചു. നിർലീനത എന്ന് പറഞ്ഞാൽ നിതരാം ലീനത. ആയയുഹു പ്രാപിച്ചു. എല്ലാം ഏതൊക്കെ? കാലം, കർമ്മം, ഗുണങ്ങൾ, ജീവനിവഹങ്ങൾ, കാര്യമായ വിശ്വം എല്ലാം തന്നെ അങ്ങയിൽ വന്ന് ലയിച്ചു. ഏതുപോലെ എന്ന് പറയുകയാണെങ്കിൽ ഒരു രസം പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഒരു കൊച്ചുകുട്ടി അവൻ കളിച്ചോണ്ടിരിക്കുന്നതായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അവൻ കളിയെല്ലാം മതിയാക്കി അവന് വിശ്രമിക്കണം, ഉറങ്ങണം എന്നൊക്കെ തോന്നിയാൽ അവൻ എന്തു ചെയ്യും? ഈ കളിപ്പാട്ടങ്ങളെയൊക്കെ ഒരു ഭാണ്ഡത്തിലാക്കും, അല്ലെങ്കിൽ ഒരു പെട്ടിയിലാക്കും. എന്നിട്ടോ അവൻ കിടക്കുന്ന കിടക്കയിൽ വേണമെങ്കിൽ അവൻ പുതച്ചിരിക്കുന്ന പുതപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കും, ആരും കൊണ്ടുപോകാതിരിക്കാൻ. അതിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും, അല്ലേ? കൊച്ചുകുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങളെ ഭാണ്ഡത്തിലാക്കി, പെട്ടിയിലാക്കി കൊണ്ടുപോയി കിടക്കയിൽ, പുതപ്പിൻ്റെ അടിയിൽ ഒപ്പം ചേർത്ത് ആലിംഗനം ചെയ്ത് കിടക്കും പോലെ. ഇവിടെ കുട്ടിക്ക് ബോധമില്ല, ഭഗവാന് ബോധമുണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. ഭഗവാൻ വിശ്രമിക്കുകയാണ്. ഭഗവാന്റെ വിശ്രമം കോൺഷ്യസ് ആയിട്ടുള്ള വിശ്രമമാണ്. നമ്മുടെയൊക്കെ വിശ്രമം അൺകോൺഷ്യസ് ആയിട്ടുള്ള വിശ്രമമാണ്. രണ്ട് വ്യത്യാസമുണ്ട്. താരതമ്യത്തിൽ ഉപമയിൽ പരിമിതിയുണ്ട്, എങ്കിലും ഉപമ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കാൻ. ഒരു കുട്ടിയുടെ കളിപ്പാട്ടങ്ങളെ കുട്ടി ഭാണ്ഡത്തിലാക്കിക്കൊണ്ട് ഉറങ്ങാൻ പോകും പോലെ,
സ്വയം അതിനെ കെട്ടിപ്പിടിച്ചുറങ്ങും പോലെ ഭഗവാൻ ഈ പ്രപഞ്ച നിർമ്മിതി അതിനുപയോഗിച്ചതായിട്ടുള്ള സർവ്വ വസ്തുക്കളെയും എല്ലാം കൂടി അങ്ങോട്ട് ഭാണ്ഡത്തിലാക്കി. ആ ഭാണ്ഡത്തിൻ്റെ പേരാണ് ശേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പത്തായം എന്ന് പറഞ്ഞില്ലേ, ആ ശേഷനിലാക്കി, എല്ലാം ശേഷനിലാക്കിയിട്ട് മൂപ്പര് ശേഷൻ്റെ മുകളിൽ കിടന്നു, ആരും കട്ടോണ്ട് പോകാതിരിക്കാൻ. ഇപ്പൊ ചില്ലീലാരതി മേയുഷി ത്വയി തത് നിർലീനതാം ആയയുഹു. അങ്ങയിൽ നിർലീനതയെ, നിർലീനത നിതരാം ലീനത, നന്നായി ലയിച്ചതായിട്ടുള്ള അവസ്ഥയിൽ, അങ്ങനെ ലയിച്ചു എങ്കിലും തേഷാം നൈവ വദന്തി അസത്വം ഐ ബോഹോ. ഗുരുവായൂരപ്പ ഐ ബോഹോ രണ്ടും സംബോധനയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം കിട്ടണം. എന്താണ്? തേഷാം നൈവ വദന്തി അസത്വം. തേഷാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാലം, കർമ്മ, ഗുണ, ജീവനിവഹം, വിശ്വം മുതലായവയുടെ തേഷാം അസത്വം നൈവ വദന്തി. അവർക്കൊന്നും അസത്വം ആരും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് ഇല്ലാതെയാവുന്നില്ല. ഈ പറഞ്ഞ കാലവും കർമ്മവും ഗുണവും ജീവനിവഹങ്ങളൊന്നും തീർത്തും ഇല്ലാതെയാവുന്നില്ല. അസത്വം ആരും പറയുന്നില്ല. പിന്നെയോ അങ്ങയിൽ എന്താവുന്നത്? ശക്തിയാത്മനാ തിഷ്ഠത. അതിൻ്റെ ശക്തിഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ, ശക്തിഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻസി, ആ പൊട്ടൻഷ്യൽ കാലം അവിടെയുണ്ട്, പൊട്ടൻഷ്യൽ കർമ്മം അവിടെയുണ്ട്, പൊട്ടൻഷ്യൽ ഗുണങ്ങൾ അവിടെയുണ്ട്, പൊട്ടൻഷ്യൽ ജീവനിവഹങ്ങൾ അവിടെയുണ്ട്, പൊട്ടൻഷ്യൽ വിശ്വം അവിടെയുണ്ട്. ഭഗവാൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഹി ഹാസ് ദ പൊട്ടൻസി. ഹി ഈസ് ഒമ്നി പൊട്ടൻ്റ്. ഭഗവാൻ പൊട്ടനല്ല. ഭഗവാൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഈസ് ഒമ്നിപൊട്ടൻ്റ്. ഒമ്നിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാറ്റിൻ്റെയും ശക്തിയെ ഉള്ളിലേക്ക് വലിച്ചിരിക്കുകയാണ്. അതാണ് ശക്തിയാത്മനാതിഷ്ഠത. അതെല്ലാം അതിൻ്റെ പൊട്ടൻഷ്യൽ ഭാവത്തിൽ ഇരിക്കുന്നു, ബീജാവസ്ഥയിലിരിക്കുന്നു, കാരണാവസ്ഥയിലിരിക്കുന്നു. ആ കാരണത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ച് അതിൻ്റെയൊക്കെ ഉടമസ്ഥനായി അങ്ങ് ശയിക്കുന്നു എന്നർത്ഥം. അതാണ് ശക്തിയാത്മനാ തിഷ്ഠത. നോചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ഇവിടെ മേൽപ്പത്തൂര് പറയണ ഒരു ലോജിക്, നോചേത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോ, അതങ്ങനെ അല്ല എങ്കിൽ, ഗഗനപ്രസൂന സദൃശാം തേഷാം ഭൂയഃ സംഭവഃ ഭവേത് കിം. ഒരു ചോദ്യം ഭഗവാനോട് തന്നെ ചോദിക്കണം. അവര് ഗഗനപ്രസൂന സദൃശാം, ഗഗനപ്രസൂനം എന്ന് പറഞ്ഞാൽ ഗഗനം ആകാശം, പ്രസൂനം പുഷ്പം. അപ്പോൾ ആകാശ കുസുമം പോലെയാണ് അവയെങ്കിൽ, സദൃശാം എന്ന് പറയുമ്പോൾ ആകാശ കുസുമ സമാനങ്ങളായിരുന്നു അവയെങ്കിൽ, പിന്നെ അവരെവിടുന്നുണ്ടാവും? ഹൗ ക്യാൻ ദേ കം ഔട്ട് ആഫ്റ്റർ ദാറ്റ്? ഭൂയഃ സംഭവഃ കിം ഭവേത്. പിന്നെയും അത് സംഭവിക്കുമോ? നിങ്ങൾ കൃഷിയൊക്കെ കഴിയുമ്പോൾ കുറേ നല്ല നെല്ല് അതിന് വിത്തായിട്ട് സൂക്ഷിച്ചു വെക്കും പത്തായത്തിൽ, അടുത്ത കൃഷിക്കായിക്കൊണ്ട്, അല്ലേ? ബാക്കി ലാഭം കിട്ടിയതിനെയാണ് നമ്മൾ വിൽക്കുകയോ നമ്മൾ ഭക്ഷിക്കുകയോ ഒക്കെ ഉപയോഗിക്കുക. അടുത്ത സീസണിൽ വിതയ്ക്കാനുള്ള വിത്ത് നമ്മൾ കരുതിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കൊടുക്കുക. അല്ലാതെ വിത്ത് കരുതാതെ വിത്തും കൂടി കുത്തി തിന്നുന്ന ആൾക്കാരുണ്ടോ? കൃഷിക്കാർ ചെയ്യോ വിത്തും കൂടി കുത്തി തിന്നുക എന്നുള്ള പരിപാടി? പട്ടിണി കിടന്നാലും വിത്ത് കുത്തി തിന്നുന്ന പരിപാടി ഇല്ല. കാരണം ഈ വിത്ത് കയ്യിലുണ്ടെങ്കിൽ എല്ലാ പട്ടിണിയും എന്നേക്കും മാറ്റാനുള്ളതായിട്ടുള്ള സാമഗ്രിയാണത്. അപ്പോൾ ആ വിത്ത് ഉള്ളിൽ വിത്തിൻ്റെ ഭാവത്തിലുണ്ട്, പത്തായത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ വിത്ത് ഉള്ളത് കൊണ്ടാണ് അടുത്ത കൃഷി ഇറക്കാൻ പറ്റുന്നത്, അല്ലേ? വിത്തില്ലെങ്കിൽ കൃഷി ഇറക്കുമോ? നാട്ടുകാരൊക്കെ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ വിത്ത് തിന്നു. ആരും ചോദിച്ചിട്ട് വിത്ത് തന്നതുമില്ലെങ്കിൽ നമ്മുടെ കണ്ടം മിണ്ടാതെ ഇടാം.
അപ്പം നമ്മുടെ കണ്ടത്തിൽ നമ്മൾ വിത്ത് വിതയ്ക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ വിത്ത് വേണം. ഇവിടെ ഭഗവാന്റെ കണ്ടമാണ് ഈ പ്രപഞ്ചം. ഭഗവാൻ വിതച്ച വിത്താണ് ഈ കാണുന്ന സൃഷ്ടിയായി പരിണമിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം വിത്തിൻ്റെ രൂപത്തിൽ, പൊട്ടൻഷ്യൽ ഭാവത്തിൽ ഭഗവാൻ എല്ലാറ്റിനെയും ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നു. അതാണ് ശക്തി ആത്മനാതിഷ്ഠത. എല്ലാം ശക്തിഭാവത്തിൽ ഉള്ളിലിരിക്കുന്നു. അതല്ലെങ്കിൽ ആകാശകുസുമം പോലെ ആയിരുന്നുവെങ്കിൽ, ആകാശകുസുമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള വസ്തുവല്ല. ആകാശകുസുമം ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആകാശകുസുമം? ഇല്ലാത്തൊരു വസ്തുവിൻ്റെ പേരിട്ടതാണ്. ആകാശമുണ്ട്, കുസുമുണ്ട്. ആകാശകുസുമം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ആകാശകുസുമം എന്നത് അത്യന്ത അഭാവമുള്ളൊരു വസ്തുവാണ്, നോൺ എക്സിസ്റ്റൻ്റ് ആണ്. നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിന് വേറൊന്നിനെ ഉണ്ടാക്കാൻ കഴിയില്ല. വന്ധ്യാപുത്രൻ അല്ലേ, മുയലിൻ്റെ കൊമ്പ് കൊണ്ട് വില്ലുണ്ടാക്കിയിട്ട് ആകാശകുസുമം തലയിൽ ചൂടി മരുമരീചികയിലെ വെള്ളവും കുടിച്ച് എവിടേക്ക് പോയി? ഏതൊരു യാത്ര പോയി. ഇങ്ങനെ പറഞ്ഞാൽ കഥ നല്ല കഥ അല്ലേ? നല്ല കഥയാണ്. വന്ധ്യാപുത്രൻ. വല്ലതും തോന്നുന്നുണ്ടോ? വന്ധ്യാപുത്രൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ രൂപം തെളിയുണ്ടോ? തെളിയാൻ പറ്റുമോ? കാരണം വന്ധ്യ പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കാത്തവളുടെ പേരാണ് വന്ധ്യ. ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വേണമെങ്കിൽ പേരിടും വന്ധ്യ എന്നൊക്കെ. ഇപ്പോൾ ആളുകൾക്ക് പേരിടുന്നതിന് ഒരു വ്യവസ്ഥയില്ല. എന്തൊക്കെ പേരാ ഇടുന്നത്? മാക്രിയും കൃമിയൊക്കെ ആളുകൾക്ക് പേരിടുമ്പോൾ വന്ധ്യ എന്നും കൂടി ഇട്ടാൽ പിന്നെ പുത്രൻ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ വന്ധ്യാപുത്രൻ മുയലിൻ്റെ കൊമ്പ് കൊണ്ട് വില്ലുണ്ടാക്കി ആകാശകുസുമം ചൂടി മരുമരീചികയിലെ വെള്ളവും കുടിച്ച് ഇല്ലാത്ത ഒന്നിനെ തെരഞ്ഞു പോവോ? അതുപോലെയാണ് ഇവിടുത്തെ ആകാശകുസുമം. അത്യന്ത അഭാവമുള്ള വസ്തുവാണ്. അപ്പോൾ ആകാശകുസുമം പോലെ പ്രളയകാലത്ത് എല്ലാം ഇല്ലാതെയാവുന്നില്ല, എല്ലാം അതിൻ്റെ ബീജാവസ്ഥയെ പ്രാപിക്കുന്നു, ഭഗവാനിൽ ലയം പ്രാപിക്കുന്നു. അതാണ് ഈ പറഞ്ഞു വന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വീണ്ടും സംഭവിക്കുമോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ കർമ്മവാസനകൾ ക്ഷയിച്ചിട്ടില്ലെങ്കിൽ പ്രളയം സംഭവിച്ചാലും നമ്മൾ ആ പ്രളയകാലത്ത് ആ അവ്യക്തമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. പിന്നീട് സൃഷ്ടി ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരങ്ങളെടുത്ത് വീണ്ടും വരുന്നു. അങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി എന്നുള്ളത് ഒരു സൈക്ലിക്കാണ്, റിപ്പീറ്റേഷനാണ്, ആവർത്തനമാണ്. വീണ്ടും വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഡരേ ശയനം. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അനാദിയാണ്. ഇത് അന്തമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് ഈശ്വരൻ്റെ ലീലയാണ്. അപ്പോൾ ഇങ്ങനെ പ്രളയകാലത്തെക്കുറിച്ച് വർണ്ണിച്ചു. എന്നിട്ടാണ് ആ പ്രളയകാലം കഴിയുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ പ്രളയകാലം കഴിയുന്നത് ദ്വിപരാർദ്ധകാലം എന്ന് പറയുന്നുണ്ട്. ദ്വിപരാർദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് പരാർദ്ധങ്ങൾ. ഒരു പരാർദ്ധം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ പകുതി 50 വർഷം, മറ്റൊരു പരാർദ്ധം മറ്റൊരു 50 വർഷം. അങ്ങനെ 50 50 100 വർഷം. ആരുടെ? ബ്രഹ്മദേവന്റെ 100 വർഷത്തിനാണ് ദ്വിപരാർദ്ധം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആയുസ്. അപ്പോൾ ബ്രഹ്മദേവന്റെ ആയുസ് പോലെ തന്നെയാണ് പ്രാകൃത പ്രളയത്തിൻ്റെ കാലവും. ദ്വിപരാർദ്ധ കാലമാണ് പ്രാകൃത പ്രളയം എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മ, ശൂന്യാവസ്ഥ. അതും ഒരു ദ്വിപരാർദ്ധ കാലമാണ്. സമാനമായിട്ട് ബ്രഹ്മാവിൻ്റെ ആയുസ് കാലം ഒരു ദ്വിപരാർദ്ധം. എത്രയായി ദ്വിപരാർദ്ധം എന്ന് പറഞ്ഞാൽ? നമ്മുടെ കാലം നമ്മൾ കണക്ക് കൂട്ടിയാൽ, നമ്മൾ പണ്ടും പലപ്പോഴും കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദ്വിപരാർദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ പകുതി എന്ന് പറയുമ്പോഴേ 3,28,50,000 കോടി വർഷങ്ങൾ. 3,28,50,000 അല്ല, അത്രയും ഇൻറ്റു കോടി, ഇൻറ്റു ക്രോഴ്സ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ദ്വിപരാർദ്ധം. എത്രയാവും അപ്പോൾ? 6,57,000 അല്ല 57 ലക്ഷം കോടി
6,57,00,000,000,000 മനുഷ്യവർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പം അത്രയും കാലം പ്രളയം. 6,57,00,000,000,000 വർഷം പ്രളയം. കണക്ക് വീട്ടിൽ പോയി കണക്ക് നോക്കിക്കോളൂ, വീട്ടിൽ തന്നെയാണല്ലോ. അപ്പം ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിൻ്റെ കണക്കിന് കാരണം എന്താ വെച്ചാൽ, മനുഷ്യന്മാരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അങ്ങനെയുള്ള ദേവന്മാരുടെ ദിവസവും മനുഷ്യന്മാരുടെ ദിവസവും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് വേണം. 12,000 ദേവന്മാരുടെ വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. 2000 ചതുർയുഗങ്ങൾ ഒരു ദിവസം. ഇൻറ്റു 365 ബ്രഹ്മാവിനൊരു വർഷം. ഇൻറ്റു 100 ഇവിടെ പറയുന്നത്. അപ്പോൾ 365 ഇൻറ്റു 12,000 ഇൻറ്റു 1000 ഇൻറ്റു 2 ഇൻറ്റു 365 ഇൻറ്റു 100. വീട്ടിൽ ഇരുന്ന് കൂട്ടിക്കോളൂ. എത്രയാണ്? 365 ഇൻറ്റു 12,000 ഇൻറ്റു 1000 ഇൻറ്റു 2 ഇൻറ്റു 365 ഇൻറ്റു 100. ഇതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ഇത്ര തന്നെയാണ് പ്രളയകാലവും. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ഏവം ചദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യാ സഹായക്രിയാം. ഏവം ചദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യാ സഹായക്രിയാം. ഏവം ച ഇപ്രകാരം ദ്വിപരാർദ്ധകാല വിഗതൗ വിഗതൗ വിഗമിച്ചപ്പോൾ, പോയപ്പോൾ. എന്ത് പോയി? ദ്വിപരാർദ്ധകാലം പോയപ്പോൾ. ദ്വിപരാർദ്ധകാലം ബ്രഹ്മാവിൻ്റെ ആയുസ്സുകാലം. ബ്രഹ്മാവിൻ്റെ ആയുസ്സുകാലം എങ്ങനെയാണോ സൃഷ്ടികാലം, അതുപോലെ പ്രളയകാലവും അതേ തുല്യ അളവ്. അപ്പോൾ 6,57,00,000,000,000 വർഷങ്ങൾ ഭഗവാൻ യോഗനിദ്രയിൽ ആണ്ടു, വിശ്രമിച്ചു എന്നർത്ഥം. സൃഷ്ടിയെല്ലാം മതിയാക്കിയിട്ട് മൂപ്പരത്തിരി നേരം വിശ്രമിച്ചു. അങ്ങനെ വിശ്രമിച്ച് അത് കഴിഞ്ഞപ്പോൾ, വിശ്രമം കഴിഞ്ഞു. അപ്പൊ എന്ത് തീരുമാനിച്ചു മൂപ്പര്? ഈക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ബിഭ്രാണേ സതി. അങ്ങ് ധരിച്ചപ്പോൾ, അങ്ങ് ധരിച്ചു. എന്തിനെ? ഈക്ഷയെ ധരിച്ചപ്പോൾ. ഈക്ഷ എന്ന് പറഞ്ഞാൽ നോട്ടം, കടാക്ഷം, ദർശനം എന്നൊക്കെ അർത്ഥം. എങ്ങനെയുള്ള ഈക്ഷയെ? സിസൃക്ഷാത്മികാം ഈക്ഷാം. സിസൃക്ഷാത്മികാം എന്ന് പറഞ്ഞാൽ, സിസൃക്ഷ എന്ന് പറഞ്ഞാൽ സ്രട്ടും ഇച്ഛ, സൃഷ്ടിക്കുവാനുള്ള ഇച്ഛയോടുകൂടെ, നിർമ്മിക്കുവാനുള്ള ആഗ്രഹത്തോടെ, പ്രപഞ്ച നിർമ്മിതിക്ക് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഈക്ഷയെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ വേദത്തിൽ, ഉപനിഷത്തിൽ പറയുന്നു സ്വകാമയത, അല്ലെങ്കിൽ വേറൊരു ഉപനിഷത്ത് പറയുന്നു സ ഐക്ഷത എന്ന ഉപനിഷത്ത്. സ ഐക്ഷത എന്ന് പറഞ്ഞാൽ അവൻ ഈക്ഷിച്ചു. ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദർശിച്ചു. ദർശിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു, സങ്കല്പിച്ചു എന്നൊക്കെ അർത്ഥം. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ചിന്തിക്കാറുണ്ട്. എന്താണ്? നിങ്ങൾ ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് എന്ന് ചിന്തിച്ചു.
അല്ലേ? രാവിലെ എഴുന്നേറ്റ് ആദ്യം ചിന്തിക്കുന്ന അമ്മമാർ ചിന്തിക്കുന്ന എന്താണ്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിം കരോമി. ഉള്ളിൽ ഈക്ഷിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഈക്ഷിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ ചിത്രം തെളിഞ്ഞു വരും. ഇന്നലെ രാത്രി അലമാറയിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉണ്ടായിരുന്ന മാവ്, ചട്ടണി അല്ലെങ്കിൽ നാളികേരം അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത് എന്ന് ഓർമ്മ വരുന്നു. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാക്കാം, അല്ലെങ്കിൽ ദോശയും ചട്ടണിയുമാക്കാം, അല്ലെങ്കിൽ പുട്ടും കടലക്കറിയുമാക്കാം. അല്ലേ? ചിന്തിക്കാറില്ലേ രാവിലെ എഴുന്നേറ്റിട്ട്? അതിൻ്റെ പേരാണ് ഈക്ഷ. വിഷ്വലൈസ്ഡ്. യു വിഷ്വലൈസ്ഡ്. ആ വിഷ്വലൈസേഷനാണ് ഇവിടുത്തെ ഈക്ഷ. ദർശിക്കുക എന്നർത്ഥം. ഒരു വിഷ്വലൈസ് ചെയ്തു. ആര്? ഭഗവാൻ വിഷ്വലൈസ് ചെയ്തു. ഹി തോട്ട് ഹിംസെൽഫ്. വേറെ ആരോടും കൺസൾട്ട് ചെയ്യാനൊന്നുമില്ല. എന്ത് ചെയ്യണം, എന്താണ് ഇപ്പൊ വേണ്ടത് എന്ന് സൃഷ്ടി ചെയ്യുവാനായിക്കൊണ്ട് അദ്ദേഹം സങ്കല്പിച്ചു. അതിനെക്കുറിച്ച് വേദം പറയുന്നത് സോകാമയത ബഹുസ്യാം പ്രജായേതി മേ ഐ ബിക്കം മെനി. ഞാൻ തന്നെ പലതായി തീരട്ടെ എന്ന് ഈശ്വരൻ ചിന്തിച്ചു, ഭഗവാൻ ചിന്തിച്ചു, ബ്രഹ്മം ചിന്തിച്ചു. ഞാൻ തന്നെ പലതായി തീരട്ടെ. അപ്പൊ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള പൊട്ടൻസിയെ ഞാൻ പുറത്തേക്ക് പ്രകാശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയുണ്ട് എൻ്റെ കയ്യിലിരിപ്പ്, എൻ്റെ കഴിവുകൾ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് വാരി വതറാൻ തീരുമാനിച്ചു. അല്ലേ? നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പൊ സിസൃക്ഷാത്മികാം ഈക്ഷാം ബിഭ്രാണേ ത്വയി ചുക്ഷുബേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാ സ്വയം ചുക്ഷുബേ. മായ ക്ഷോഭിച്ചു. മായ ക്ഷോഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ പൊട്ടൻസിയുടെ പേരാണ് മായ. ഭഗവാന്റെ ശക്തിയുടെ പേരാണ് മായ. ഭഗവാനിൽ ലീനയായിരുന്ന മായ ക്ഷോഭിച്ചു, ഇളകി. ആയിക്കോട്ടെ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ അടങ്ങിയിരുന്നതായിട്ടുള്ള ഭഗവാന്റെ തന്നെ ശക്തിവിശേഷമായ മായയ്ക്ക് വിക്ഷോഭമുണ്ടായി. ഗുണസാമ്യ അവസ്ഥ വികൃതമാക്കപ്പെട്ടു. ഗുണവൈഷമ്യമുണ്ടായി. അതാണ് ചുക്ഷുബേ. ആര് ചുക്ഷുബേ? മായ. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഭഗവാനിൽ ലീനയായ മായ ക്ഷോഭിച്ചു. എന്തിനായിക്കൊണ്ട്? ത്രിഭുവനീഭാവായ. ത്രിഭുവനീഭാവായ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളുമായി ഭവിക്കാൻ, പലതായി തീരാനായിക്കൊണ്ട് ഭഗവാന്റെ തന്നെ ഉള്ളിൽ അടങ്ങിയിരുന്നതായിട്ടുള്ള മായാശക്തി വിജൃംഭിതമായി. എന്നിട്ടോ മായാദക്കലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപിച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഹു തസ്യാ സഹായക്രിയാം. മായാദഹ. ആ മായയിൽ നിന്ന്, മായാശക്തിയിൽ നിന്ന് കാലശക്തി. കാലശക്തി എന്തിലായി? പ്രാദുർഭൂയ ഉത്ഭവിച്ചിട്ട്, പ്രകടമായിട്ട്. അപ്പൊ ആദ്യമുണ്ടാവുന്നത് കാലശക്തി. മായയിൽ അടങ്ങിയിരുന്നതായിട്ടുള്ള കാലശക്തി ഉണർന്നു വന്നു. മായ കാലത്തിന് ചില നിയമങ്ങളൊക്കെ വെച്ചു. നമ്മുടെ ഉള്ളിലും ഈ കാലശക്തി അടങ്ങിക്കിടക്കുകയാണ്. എപ്പോൾ? നമ്മുടെ സുഷുപ്തിയിൽ. ഉണർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കാലശക്തി ഉണരുന്നത്. നമ്മൾക്ക് ഏത് കാര്യം ഏത് കാലത്ത് ചെയ്യണം, എത്ര കാലം കൊണ്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം. വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം. ഇന്ന് വേണ്ട, നാളേക്ക് വേണമെന്ന്, നാളെ മതി എന്ന് വെക്കാം. തിടുക്കമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞായാലും മതി, 1 മാസം കഴിഞ്ഞായാലും മതി. അല്ലേ? നമ്മുടെ ഉള്ളിലുണ്ട് ഒരു കാലഗണന. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലിൻ്റെ പ്രയോറിറ്റികൾ വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് ഒരു വ്യവഹാരം സാധ്യമാവില്ല. അപ്പോൾ വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്?
കാലത്തിനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തത്, എല്ലാവർക്കും കോമൺ ആക്കിയത്. അങ്ങനെയാണ് മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, അല്ലെങ്കിൽ സെക്കൻഡുകൾ, മിനിറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കാലത്തെ നമ്മൾ വിഭജിച്ചത്. വാസ്തവത്തിൽ നമുക്ക് പണിയൊന്നുമില്ലെങ്കിൽ കാലം നമ്മുടെ പോക്കറ്റിലാണ്. നമുക്കൊന്നും നേടാനില്ലെങ്കിൽ നമുക്ക് കാലത്തിൻ്റെ പ്രശ്നമേ ഇല്ല. കാലം എന്നുള്ളത് ദൂരമാണ്, അല്ലേ? നമുക്ക് എത്ര വേഗം ഏത് കാര്യം സാധിക്കണോ അതിനനുസരിച്ചാണ് നമ്മുടെ കാലഗണന. കാലവും ദൂരവും രണ്ടല്ല. നമ്മൾ ദൂരവും കാലവും ഒരേ യൂണിറ്റ് കൊണ്ട് പറയും. 5 മിനിറ്റ് നടക്കാനുണ്ട്, 10 നാഴിക നടക്കാനുണ്ട്, ഒക്കെ കണക്കന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കാലം സബ്ജക്റ്റീവാണ്. എങ്കിലും വ്യവഹാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കാലവും കോമൺ ആക്കിയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു വ്യവഹാരവും നടക്കില്ല. ഞാൻ നിങ്ങളോട് 10:30 മണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ 10:30 മണി ആയില്ലെങ്കിൽ, ഞാൻ കാലത്തിന് എൻ്റേതായിട്ടുള്ള അളവുകോല് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 10:30 മണി ആവണേ ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് 10:30 മണിക്ക് കാവലിരിക്കും, ഞാൻ വരലും ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് സുഖം അനുഭവിക്കുമ്പോൾ കാലം വേഗം പോകുന്നു, ദുഃഖം അനുഭവിക്കുമ്പോൾ കാലം പോകുന്നേയില്ല. ഉറക്കത്തിൽ നമുക്ക് കാലത്തിൻ്റെ അനുഭവവുമില്ല. സ്വപ്നത്തിലെ കാലം അത്ഭുതം. 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വർഷങ്ങളുടെ സ്വപ്നം കാണുന്നു. അപ്പോൾ കാലം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു പ്രഹേളികയാണ്, ഒരു സംഭവമാണ്. ആ കാലത്തെ നമ്മളൊന്ന് റെഗുലറൈസ് ചെയ്തു, ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തു വ്യവഹാര സൗകര്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ കാലം ഒരു വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് കാലമാണ്. അങ്ങനെ മായയിൽ നിന്ന് കാലശക്തി ആവിർഭവിച്ചു. അതുപോലെ അഖില അദൃഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വാസനകൾ പുണ്യപാപ രൂപത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള അദൃഷ്ടം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തതായിട്ടുള്ള ആ വാസന തന്നെയാണ് അദൃഷ്ടം. എല്ലാവരുടെയും വാസനകൾ ഉണർന്നു, പ്രാരബ്ധം ഉണർന്നു. അഖില അദൃഷ്ടം സ്വഭാവോപിച്ച് ഓരോരുത്തരുടെയും സ്വഭാവം പ്രകടമാകുന്നു. അങ്ങനെ കാലം, അദൃഷ്ടം, സ്വഭാവം, ഇത് മൂന്നും ആദ്യം ഉണർന്നു. എന്നുവെച്ചാൽ മെറ്റീരിയലായി, പശ്ചാത്തലമായി. സൃഷ്ടിയുടെ പശ്ചാത്തലമാണ് കാലവും ദേശവും. അത് നിർമ്മിക്കാനുള്ള മെറ്റീരിയലാണ് അദൃഷ്ടവും സ്വഭാവവും. അങ്ങനെ അദൃഷ്ടവും സ്വഭാവവും ഉണർന്നു വന്നു. അത് പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ, ആ ഗുണങ്ങളെ, ത്രിഗുണങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഗുണങ്ങളെ പ്രകടിപ്പിക്കാൻ പാകത്തിന് സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങൾ വികസിച്ച് തസ്യാഹ സഹായക്രിയാം വിദദുഹു. തസ്യാഹ എന്ന് പറഞ്ഞാൽ മായായാഹ, ആ മായ എന്ന അമ്മയ്ക്ക് സഹായക്രിയാം വിദദുഹു, സഹായക്രിയയെ ധരിച്ചു, സഹായികളായി വർത്തിച്ചു. അപ്പം മായ എന്ന അമ്മ വീട്ടിൽ ആദ്യം ഉണർന്നു രാവിലെ നേരത്തെ. ആ മായ എന്ന അമ്മ ഉണർന്നതോടുകൂടി മക്കളെയും വിളിച്ചു. മക്കളെ വരിൻ, നിങ്ങൾ ഒരാൾ മുറ്റമടിക്കിൻ, ഒരാൾ പാത്രം കഴുകിൻ, അല്ലേ? ഒരാൾ ചട്നിക്കുള്ള നാളികേരം തയ്യാറാക്കിൻ, ഒരാൾ അടുപ്പ് കൂട്ടിൻ, ഒരാൾ പശുവിനെ കറന്നിട്ട് വരിൻ എന്നൊക്കെ മക്കളെ വിളിച്ച് അമ്മ പറഞ്ഞ് ഓരോ പണികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ അമ്മ ഉണർന്നപ്പോൾ മക്കളും പുറകെ ഉണരും പോലെ അമ്മയുടെ തന്നെ ശക്തികളായിരിക്കുന്ന കാലം, അദൃഷ്ടം, സ്വഭാവം, ഇതെല്ലാം ഉണർന്നു വന്നു. അവരൊക്കെ അമ്മയ്ക്ക് സഹായം വർത്തിച്ചു. മായ എന്ന അമ്മയ്ക്ക് സഹായികളായിട്ട് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സഹായം തുടങ്ങി. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നാളെ കാണാം. അടുത്ത ശ്ലോകവും ഇതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ നിങ്ങളുടെ തലയ്ക്കകത്ത് കിടക്കട്ടെ, എന്നിട്ട് ചിന്തിക്കുക, എന്നിട്ട് നാളെ കൺഫ്യൂഷനുമായിട്ട് വരിക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ എന്താ പറയുക, സൊല്യൂഷൻ ഉള്ളൂ.
അപ്പം നമുക്ക് നാളെ തുടരാം. ഈ ആശയം വളരെ വിസ്തരിച്ച് തന്നെ കാണാം. എന്താ വെച്ചാൽ നമ്മുടെ ഭാഗവതാദി പുരാണങ്ങളിൽ, നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ സൃഷ്ടിയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ്, എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സംഗ്രഹമാണിവിടെ. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഭാഗവതത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്, എത്രയോ അധ്യായങ്ങളിലാണ് ഡീറ്റെയിൽസ് ഉള്ളത്. അതിൻ്റെ സംഗ്രഹമാണ്. എന്നുവെച്ചാൽ സംഗ്രഹമാകുമ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് എല്ലാം ഡീറ്റെയിൽസിലേക്ക്, വളരെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ചിലപ്പോൾ ക്ഷമ തെറ്റും നമ്മുടെ. ഇപ്പം തന്നെ ഇതിൽ തന്നെ ഓരോരുത്തരും ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങി. അതങ്ങനെ നിങ്ങളുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് ഞാൻ പറയാൻ തുടങ്ങിയാൽ അതിൻ്റെ അവതരണം മാറിപ്പോകും, നിങ്ങളുടെ ഇഷ്ടത്തിനായിപ്പോകും. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അവതരണ ശൈലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നോളൂ, ഞാൻ മൈൻഡ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അർഹിക്കുന്ന പരിഗണന മാത്രമേ നൽകുള്ളൂ. കാരണം ഞാൻ പറയാനിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അവിടുന്നും ഇവിടുന്നൊക്കെ കേട്ടതും കണ്ടതും എടുത്ത് വിളമ്പുകയാണ്. അതിനൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ നിന്നാൽ ഞാൻ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു നിലപാടുണ്ട്. ഞാൻ അതിനനുസരിച്ച് പറയും. ക്ഷമയോടുകൂടി കേൾക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇപ്പം ഇന്ന് വൈകിട്ട് നാരായണീ സ്തുതി, ഉത്തമചരിതം ബാക്കി, ദേവി മാഹാത്മ്യം തുടരുന്നതാണ്. വെള്ളിയാഴ്ചയാണ്. എല്ലാവരും വരിക 4:30 മണിക്ക്. ഹരി ഓം ഹരി ഓം ഹരി ഓം.